കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അത്ര കേമന്മാരല്ലാത്ത ഗജവീരന്മാർക്കൊന്നും പ്രവേശനം കിട്ടാറില്ല. വ്യാജ ഡിഗ്രിയോ വളഞ്ഞ വഴിയോ ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമോ വിലപ്പോവില്ല. അവിടെ ഒരു VVIPയുടെ പകിട്ടാണ് ആതിര വിനോദിനുള്ളത്. പതിവ് പോലെ ക്ഷണം കിട്ടി. വിനോദ് കൃത്യമായി ക്ഷേത്രത്തിലുമെത്തി. അവിടെ അപ്പോൾ മറ്റുള്ള ഗജവീരന്മാരും എത്തിക്കഴിഞ്ഞിരുന്നു. ആരും മോശക്കാരല്ല, സർവപ്രതാപികൾ. വീറും വാശിയും നിറഞ്ഞ പ്രകടനത്തോടെ ഓരോരുത്തരും മത്സരിച്ച് നിൽക്കുകയാണ്. പൊടുന്നനെയാണ് അവരിൽ ഒരാൾ ഇടഞ്ഞത്. തെളിഞ്ഞ മാനം പെട്ടെന്ന് കാറും കോളും കൊള്ളുന്നത് പോലെ ഒരു മാറ്റം. ആരും ആ മാറ്റം പ്രതീക്ഷിച്ചിരുന്നില്ല. ഉത്സവപ്പറമ്പ് ആകെ ഭീതി നിറഞ്ഞു. അരുവിക്കരയിലെ പൈപ്പ് പൊട്ടുന്ന വേഗത്തിൽ ആളുകൾ നാലുപാടും ചിതറി ഓടി. കോള് മാറിയ കൊമ്പൻ കണ്ണിൽ കണ്ടതെല്ലാം അടിച്ചൊടിച്ചു. മാത്രമല്ല, ഒരാളെ വകവരുത്തുകയും ചെയ്തു. ഇത്രയൊക്കെ കിടന്ന് ഒരുത്തൻ അർമാദിച്ചിട്ടും യാതൊരു പ്രകോപനവുമില്ലാതെ നിൽക്കുക മാത്രമേ വിനോദ് ചെയ്തുള്ളൂ. ആൾക്കൂട്ടത്തിൽപ്പെട്ടാൽ ഒരു കല്ലെങ്കിലും എടുത്തെറിയാൻ തോന്നാത്ത ചെറുപ്പക്കാരുണ്ടോ ഇക്കാലത്ത്? അവിടെ ഒരു വലിയ ഗാന്ധിയൻ്റെ മനസ്സുമായി ക്ഷമയോടെ വിനോദ് നിന്നു. മാത്രമല്ല, അന്നേരം അത്രയും പാപ്പാനെ തുമ്പിക്കൈക്ക് കീഴിൽ സുരക്ഷിതനായി നിർത്തുകയും ചെയ്തു. ഒരമ്മയുടെ കരുതലും സഹനവും കാണിച്ച് വിനോദ് അവിടെ മറ്റുള്ളവരുടെ പ്രീതി ഏറ്റുവാങ്ങി. ഏത് തിരക്കിനിടയിലും വിനോദിനെ ഏത് പാപ്പാനും എഴുന്നള്ളിക്കാനാകുന്നത് ഈ ഗുണങ്ങളുള്ളതുകൊണ്ടാണ്. തൃശ്ശൂർ പൂരം തുടങ്ങുന്നതിന് നാളുകൾക്ക് മുമ്പേ ഓരോ ആനപ്രേമിയും അന്വേഷിക്കുന്നത് പൂരപ്പറമ്പിൽ പാറമേക്കാവിന് വേണ്ടിയും തിരുവമ്പാടിക്ക് വേണ്ടിയും അണിനിരക്കുന്ന ഗജവീരന്മാർ ആരൊക്കെയെന്നാണ്. ലക്ഷണശാസ്ത്രങ്ങൾ ഒത്താൽ മാത്രം പോരാ, അവിടെ എത്താൻ പിന്നെയും കടമ്പകളേറെയുണ്ട്. ചുണ്ടിനും കപ്പിനുമിടയിൽ അവസരം നിഷേധിക്കപ്പെട്ടവർ അനവധി. വളരെ ശക്തമായ ഒരു ലോബിയിങ് ഈ അവസരത്തിൽ നടക്കാറുണ്ട്. ട്രാക്കിലിറങ്ങുവാൻ ഷൂസും കെട്ടിയിരിക്കുമ്പോൾ തനിക്ക് പകരം മറ്റൊരാൾ ഇറങ്ങുന്നത് കാണേണ്ടി വരുന്ന ഓട്ടക്കാരൻ്റെ അവസ്ഥ. അത്തരമൊരു കൈപ്പൻ അനുഭവം കഴിഞ്ഞ വർഷം വിനോദിന് നേരിടേണ്ടി വന്നു. പാപ്പാനും ചില കുൽസിത ബുദ്ധികളും ചേർന്നൊരുക്കിയ കെണിയായിരുന്നു അത്. പൂരത്തിന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ പാറമേക്കാവിൻ്റെ 15 ഗജവീരന്മാരുടെ പട്ടികയിൽ വിനോദ് ഇടം പിടിച്ചിരുന്നു. ആനപ്രേമികളുടെ നഗരത്തിൽ ലോകം മുഴുവൻ കൗതുക കണ്ണുകളുമായി വീക്ഷിക്കുന്ന വലിയൊരു ഉത്സവത്തിൻ്റെ പ്രധാന അരങ്ങിൽ ഒരാളായി നിൽക്കുന്നതിൻ്റെ സന്തോഷം വിനോദിനും ആതിര രവിക്കും വീട്ടുകാർക്കുമെല്ലാം ഉണ്ടായിരുന്നു. ഒരാൾ കൊഴിച്ച് യൂദാസിൻ്റെ മനസ്സുമായി പുറമേ ആഹ്ലാദവദനായി കാണപ്പെട്ടെങ്കിലും ചില ഒറ്റുകാരുടെ പ്രലോഭനങ്ങളിൽ വീണുപോയിരുന്നു പാപ്പാൻ സന്തോഷ്. നല്ലൊരു ഭാവാഭിനയക്കാരനെ പോലെ പെരുമാറിയ ഇയാൾ ഒടുവിൽ കൂറുമാറി. വിനോദിന് മതപ്പാടിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു എന്നും ഈ അവസരത്തിൽ തൃശ്ശൂരിലെ പൂരപ്പറമ്പ് പോലുള്ള ഒരിടത്ത് തനിക്കിവനെ കൊണ്ടുപോകുന്നതിൽ പ്രയാസമുണ്ടെന്നും അറിയിച്ചു സന്തോഷ്. ആതിര വീട്ടിലെ ഓരോ അംഗത്തിനും അത് വലിയ വേദനയായി. വിനോദിന് തൻ്റെ നിരപരാധിത്വം തലക്കുന്നിയും തുമ്പിയും ഇളക്കി നിന്ന് ബോധ്യപ്പെടുത്തുവാനേ കഴിഞ്ഞുള്ളൂ. പിന്നെ ആരും കാണാതെ നിന്ന് കണ്ണുനീർ വാർക്കുവാനും. ചതിയുടെ നീറുന്ന വേദനയോടെ പൂരദിവസവും വിനോദ് മറ്റൊരമ്പലത്തിൽ തിടമ്പേറ്റി. ചാലക്കുടിയിലായിരുന്നു അത്. സാമാന്യം വലിയ ഒരാൾക്കൂട്ടം അവിടെയും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പവും ഉണ്ടായില്ല. വിനോദ് ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. അന്ന് തന്നെ ആതിര രവിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ചാലക്കുടിയിൽ നിന്നും കൊല്ലത്തെ വീട്ടിൽ വിനോദിനെയും കൂട്ടി സന്തോഷ് എത്തുമ്പോൾ അവിടെ പുതിയ പാപ്പാൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അതുവരെയുള്ള കണക്കുകൾ തീർത്ത് അപ്പോൾ തന്നെ അയാളെ പറഞ്ഞയച്ചു. വിശ്വാസവഞ്ചകരെ എളുപ്പം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഭരണകൂടങ്ങൾ മാത്രമല്ല, ഇങ്ങനെ പലതും നഷ്ടമാകുമെന്ന് പാഠം. കേരളത്തിലെ മികച്ച ആനപ്പാപ്പാന്മാരിൽ ഒരാളായ വിജയൻ പിള്ളയാണ് ഇപ്പോൾ വിനോദിൻ്റെ പരിചാരകൻ. ഞാൻ വിനോദാനോട് വന്നിട്ട് 1 വർഷമായി. ഈ 1 വർഷത്തിന് ശേഷം അതിനെ സംബന്ധിച്ച് മറ്റ് യാതൊരു ശല്യങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. നല്ല സ്വഭാവമുള്ളൊരു ആനയാണ്. പിന്നെ തീറ്റയുടെ കാര്യം സാധാരണ ആനകൾ കഴിക്കുന്നത് കൂടുതൽ തീറ്റ കഴിക്കും, അതുപോലെ വെള്ളവും കുടിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇച്ചിരി കൂടുതൽ കരുതണം എന്നുള്ളത്. മറ്റുള്ള കാര്യങ്ങൾ ആന സംബന്ധിച്ച് ശല്യങ്ങളോ മറ്റൊന്നുമില്ല, നല്ല സ്വഭാവമാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാൻ ഒരുപാട് ബുക്കിങ്ങുള്ള ആനയാണ്. പൊതുവെ ശാന്തനാണ്. പിന്നെ എൻ്റെ ഒരു 40 വർഷത്തെ അറിവ് വെച്ച് ഇത്രയും നല്ല സ്വഭാവമുള്ള ആനയെ അതിന് മുമ്പ് ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല. ചതിയുടെ വിഷം പുരണ്ട ആ പഴയ കഥയ്ക്കിപ്പുറം
ഇക്കൊല്ലം വീണ്ടും വിനോദിന് നറുക്ക് വീണിട്ടുണ്ട്. പുതിയ പാരകളൊന്നുമില്ലെങ്കിൽ പാറമേക്കാവിൻ്റെ 15 ഗജവീരന്മാരിൽ ഒരാളായി വിനോദ് ഉത്സാഹപൂർവ്വം വടക്കുംനാഥൻ്റെ മുന്നിൽ തൻ്റെ സകല പ്രൗഢിയും വിളിച്ചോതിക്കൊണ്ട് നിൽക്കും. ആതിര വീട്ടിൽ ഏറ്റവും അധികം കാലം കഴിഞ്ഞ ആനയാണ് രാജശേഖരൻ. കുട്ടോളി തറവാട്ടിലേക്ക് ആ ലക്ഷണമൊത്ത കൊമ്പനെ പറഞ്ഞു വിടുമ്പോൾ പലരും രവിയോട് ചോദിച്ചു, അതൊരു മോശം തീരുമാനമല്ലേ എന്ന്. പക്ഷേ ആതിര രവിയുടെ മനസ്സിൽ യാതൊരു ശങ്കയും ഉണ്ടായിരുന്നില്ല. കാരണം രാജശേഖരന് എന്തുകൊണ്ടും പിൻഗാമിയാകുവാൻ യോഗ്യൻ തൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം. അതെ, വിനോദിൽ ആതിര രവി ഒരു ഗജരാജനെ സ്വപ്നം കാണുന്നുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ അവൻ കാണിക്കുന്നുണ്ട്. വിനോദ് എന്ന തൻ്റെ വിളിപ്പേര് തന്നെ നൽകി രവി ഈ കൊമ്പനെ വളർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. വഴിച്ചെലവിന് ഏതാനും നാണയങ്ങൾ മാത്രം കയ്യിൽ കരുതി വഴിയമ്പലങ്ങളിൽ വിശ്രമിച്ചും പടച്ചോറുണ്ടും കഴിയുന്ന സാത്വികൻ്റെ മനസ്സോടെ വിനോദ് ക്ഷേത്രങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. കള്ളസന്യാസിമാരുടെ കപടദീക്ഷയൊന്നും ഇവനില്ല. ഉയർന്നു നിൽക്കുന്ന വലത്തെ കൊമ്പ് തൻ്റെ മുതലാളിക്ക് ഇനിയും ഭാഗ്യങ്ങൾ നൽകും എന്ന വിശ്വാസത്തോടെ വിനോദ് മുന്നോട്ട് നടക്കുകയാണ്, തലയെടുപ്പോടെ.